ഇന്നത്തെ പൊളിറ്റിക്സിൽ എന്താണ് ഒരു സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ശത്രുവോ മിത്രമോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടി അല്ല, ഇത് നിങ്ങൾ മനസ്സിലായി. അമേരിക്കയുടെ ഇന്ത്യയിലുള്ള ഉദ്ദേശം എന്താണ്? അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലായത്. അവർ കോൺഗ്രസിനെതിരെ രാജീവ് ഗാന്ധിനെയും ഇന്ദിരാഗാന്ധിനെയും അവരെ വഴിക്ക് കിട്ടാത്തതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് പിന്നെ സോഷ്യലിസ്റ്റുകളെയും പിന്നെ അതുപോലെ തന്നെ BJP അവർ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? അവർക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റുകൾ ഘട്ടം ഘട്ടമായിട്ട് ഫ്രീ ട്രേഡിന് തുറന്നു കൊടുക്കണം. അതിന് അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അവർക്ക് ഇവിടുന്ന് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. തീരുവ വെട്ടിച്ചുരുക്കണം. ശരിയാകുന്നത് ഗ്ലോബലൈസേഷൻ വരണം. രണ്ടാമത്തെ കാര്യം, അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു റിലിജൻ ഉണ്ട്. ആ റിലിജനെ ഇന്ത്യയിലെ പതുക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ ദാരിദ്ര്യം ഒക്കെ മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മെയിൻ റിലിജനാക്കി മാറ്റണം. അത് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിക്കേണ്ട. ക്രിസ്ത്യാനിറ്റിയുടെ രൂപമുള്ള ഒരു അമേരിക്കൻ മതമാണ്. ക്രിസ്ത്യാനിറ്റി ഒന്നും തന്നിട്ട് ആ മതത്തിനെ അണക്കെടുത്താണ്. അതൊന്നല്ല. അവരുടെ അജണ്ട വെച്ചുകൊണ്ട് സാധനമാണ്. ഈ രണ്ട് സാധനങ്ങളും രണ്ടാമത് പറഞ്ഞ മോഡിയുടെ കാലഘട്ടത്തിൽ നടക്കില്ല എന്ന് അവർക്കറിയാം. BJPയുടെ അത് അവർക്ക് സമയമുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ സാമ്പത്തികമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരുന്നത് മോഡി ചെയ്തില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു നോബൽ സമ്മാനം കിട്ടുന്നത്, ഇന്തോ പാക് വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത്. അങ്ങനെ യുദ്ധം ഉണ്ടാക്കിപ്പിച്ചു. പക്ഷേ മോഡി അതിനെന്ത് ചെയ്തു? അങ്ങനെ ഒന്നൊരു കാര്യം വിലവെച്ചില്ല. യുദ്ധ സമാധാനത്തിന് പറഞ്ഞ സമയത്ത് അതൊക്കെ വന്നിട്ടുണ്ടാവും. അംഗീകരിച്ചു കൊടുക്കാൻ മോഡി തയ്യാറായിട്ടില്ല ഓപ്പണായിട്ട്.